ഈ തവണ ഇതെന്തുകൊണ്ട് ഈ വോട്ടുകൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയില്ല എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് BJP-ക്ക് ഉണ്ടായത്. എന്നിട്ട് 2010 മുതൽ 2025 വരെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ BJP-യുടെ വർധനവ്, സീറ്റുകളുടെ വർധനവിൻ്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, BJP-യിൽ ഉണ്ടായത് അല്ലെങ്കിൽ NDA ഈ തവണത്തെ ഏറ്റവും വലിയ പരാജയമാണ് നേരിട്ടത്. ഞാൻ വേണമെങ്കിൽ കണക്കുകൾ വെച്ച് പരിശോധിക്കാം, അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ കാര്യമാണ്, ഒരു തർക്കവുമില്ല. കാരണം ഒരു കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന വോട്ടുകൾ ആ നിലയ്ക്കല്ല, സീറ്റുകൾ ആ നിലയ്ക്കല്ല നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. കൃത്യമായ രാഷ്ട്രീയമായ പ്ലാനിങ്ങിലൂടെ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല, ഞങ്ങൾ കേരളത്തിൽ പരക്കാനാണ് ഇപ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുവിധം ഞങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കാതിരുന്ന നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾ വിജയിച്ച് കയറിയിട്ടുണ്ട്. ഞങ്ങൾ പരിപൂർണമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ ഇന്ന്, ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തുടക്കം ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായിട്ട് തന്നെ സന്ദേശങ്ങൾ കൊടുക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ ആ പ്രവർത്തനം തുടങ്ങി. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ജയിച്ചില്ല, ഞങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞ് ഞങ്ങളിലേക്ക് ആരും നോക്കിയിരിക്കേണ്ടതില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായി കൈകാര്യം ചെയ്തു. ആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് ജയിച്ചത്. ആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് കയറാൻ സാധിച്ചത്. നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ചില സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതനുസരിച്ച് അപ്പുറത്തെ സീറ്റുകൾ ഞങ്ങൾക്ക് നേടാനുമായിട്ടുണ്ട്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പിന് രണ്ട് പാറ്റേൺ ആണെന്നുള്ള ബോധ്യം. പിന്നെ ഒരു കാര്യം വളരെ സന്തോഷകരമായി കാര്യമായിട്ട്, കാരണം തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇന്നലെ DJ പാർട്ടിയൊക്കെ ആഘോഷിച്ചു തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ. കാരണം ഇത്ര അവർക്ക് ദോഷമില്ലല്ലോ, കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളൊക്കെ വളരെ ഹാപ്പിയിലാണ്. കാരണം കുത്തുന്നത് മുഴുവൻ താമരക്കാണ് എന്നുള്ള ആരോപണമില്ലാത്ത ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് ഇതിന് മാറുമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുക. MM മണിയെ പോലെ ഞങ്ങൾ ജയിക്കാത്തിടത്തടുത്ത് മുഴുവൻ ജനങ്ങളാണ് ദോഷക്കാർ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാച്ചും മേടിച്ച് തിന്ന് സുഖമായി വയറും നിറച്ച് അങ്ങ് സുഖമായി ജീവിച്ചല്ലോ എന്നൊന്നും ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ല ഉദ്ദേശം, മാറി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ ഇന്റേണൽ തീരുമാനപ്രകാരം, ഞങ്ങളുടെ പാർട്ടി തീരുമാനപ്രകാരം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, ഞങ്ങളുടെ അവലോകന സമയത്ത് കേരളത്തിനകത്ത് നല്ല മുന്നേറ്റമാണ് ഞങ്ങൾക്കുണ്ടായത്. ആ മുന്നേറ്റത്തിൽ ഇനിയും കൂടുതൽ നിയമസഭയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ പ്രവൃത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ ഞങ്ങളുടെ കണക്കുകൾ കണ്ട് ആരും ഭയപ്പെടേണ്ട, ആരും അതിനകത്ത് ടെൻഷനും ആവേണ്ട, ആരും അതിൽ സന്തോഷിക്കുകയും വേണ്ട. ഞങ്ങളുടെ കണക്കുകൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് ഞങ്ങൾ ജയിക്കാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ ഞങ്ങൾ ജയിച്ച് കയറിയിട്ടുണ്ടല്ലോ. ആരുടെയും സഹായം ഞങ്ങൾ മേടിച്ചിട്ടില്ല. ഒരു ഇടതുപക്ഷത്തിൻ്റെ സഹായം വേണ്ട, ഒരു വലതുപക്ഷത്തിൻ്റെ സഹായം വേണ്ട. ഞങ്ങൾ ജനങ്ങളുമായി ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് സംസാരിക്കുകയും ചെയ്യും. അതിലൂടെ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 100 ദിവസത്തെ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ പദ്ധതി ഞങ്ങൾ എന്തോ ഞാൻ എന്താ പറഞ്ഞു, അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ. എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.